ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കാണുന്ന ആളുകളല്ല പിന്നെ കാണുന്ന അല്ലേ. ഈ ഗെയിമില്ലേ, ഈ ഗെയിം ഞാൻ ഇന്നലെ ജോക്കിയുടെ സ്ട്രീം കണ്ടു. അന്നേരം തന്നെ എനിക്ക് വെറുത്തുപോയി. ഞാൻ എന്നിട്ട് അത് കണ്ട് ഉറങ്ങിപ്പോയി. ജോക്കി അത് കണ്ട് വെറുത്തെന്ന് പറയുന്ന എലി കോസ് യു ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫക്കിംഗ് ടാലന്റ് ടു പ്ലേ ദാറ്റ് ഗെയിം. അതുകൊണ്ട് ആർട്ടിസ്റ്റിക് വാല്യൂ ഇല്ലാത്ത ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, മനസ്സിലായോ? ഓ, അപ്പൊ എനിക്ക് ഇഷ്ടാവോ? കാരണം ഞാൻ നന്നായിട്ട് വരയ്ക്കും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഞാനൊരു കലാമണ്ഡലമായിരുന്നു എന്റെ സ്കൂളിൽ. ആയിരുന്നു. ആർക്കും അറിയത്തില്ല. നാട്ടുകാരൊക്കെ വിഷങ്ങളായത് കൊണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ദിവസം ഇവരുടെ അമ്പലത്തിന്റെ ഉത്സവത്തില് എലിയുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. കുച്ചിപ്പുടി എങ്ങണ്ടായിരുന്നു. അങ്ങനെ എലിയുടെ അരങ്ങേറ്റത്തില് കുച്ചിപ്പുടി കളിക്കുന്ന സമയത്ത് പ്ലേറ്റ് മറന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പ്ലേറ്റ് എടുത്തോണ്ട് വന്നതാണ് കിരൺ അങ്ങനെ എലിക്ക് പ്ലേറ്റ് കൊടുത്താണ് ഇവര് തമ്മിൽ പ്രേമത്തിലാവുന്നത്. താലം കിരൺ രേവതി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തും കൊടുത്തു, സ്റ്റേജ് വെച്ചിട്ട് തന്നെ. അങ്ങനെ അവര് കണ്ണും നോക്കി ഉടക്കി. ഇങ്ങനെയാണ് അവര് പ്രേമത്തിലാവുന്നത്, കല്യാണം കഴിക്കുന്നതൊക്കെ. നമുക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ? ഈ പുള്ളി പറയുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, ഒരു താലപ്രേമം. സത്യം. കിരണായിരുന്നു ആ സമയത്ത് അനാഥ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അങ്ങനെ പിണക്കാൻ പറ്റുമോ? നോക്കുന്ന സമയത്ത് എന്തോ എലി ഒരുങ്ങി ഇങ്ങനെ നിക്കുക. കിരണിന് ക്രഷ് അടിച്ചില്ലേ? പിറ്റേ ദിവസം വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലേ? തിരുമേനി ഇതെല്ലാം കണ്ടോണ്ടിരുന്നതാണ്. വാങ്ങി ദാസ, വാങ്ങി 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 ഒക്കെ വീഡിയോ ആയിട്ട് വരണോന്ന്. ഓ അത് ഉറപ്പായിട്ടും വരുമല്ലോ. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ജോക്കി ആയിരുന്നു അവരുടെ സ്കൂളില്. എന്തായിരുന്നു ജോക്കി? കലാമണ്ഡലം ആണുങ്ങളുടെ വിഭാഗത്തിൽ ബോയ്സ്. ജോക്കി കുച്ചിപ്പുടിയൊക്കെ പഠിച്ചത്. അല്ലെങ്കിൽ സത്യം ജോക്കിയുടെ ചോദിച്ചു നോക്ക്, ജോക്കി ഡാൻസ് പഠിച്ചിട്ടില്ലേന്ന്. പഠിച്ചിട്ടുണ്ട്. കഥകളി വരെ കളിക്കും ഞാൻ. എനിക്ക് ജോക്കിന്റെ അമ്മൂമ്മ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, ജോക്കി കുച്ചിപ്പുടിക്ക് ഡ്രസ്സൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. എന്റെ അമ്മൂമ്മ ഫോട്ടോ അയച്ചു തന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? പുള്ളിക്കാരിക്ക് വാട്സാപ്പിൽ ചെയ്യാൻ അറിയുന്നത് എനിക്ക് ഹായ് എവിടാ വിളി, ഹായ് എവിടാ വിളി, ഹായ് എവിടാ വിളി എന്ന് മാത്രമോ. പുള്ളിക്കാരി ഫോട്ടോ അയക്കാനൊക്കെ പഠിച്ച് അത് കാണിക്കാൻ അത് ഞാൻ കാണിക്കാം. ഇനി ഒരു അപരാധം കൊണ്ട് വരട്ടെ, അത് ഞാൻ കാണിച്ചോളാം. ജോക്കി കുച്ചിപ്പുടിക്ക് ഒരുങ്ങിയിരിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ജോക്കി ആർപിയില് വാ ജോക്കി. മോളെ പറ മോളെ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? എന്തോ ജോണി മാമന് അറിഞ്ഞില്ലേ? ജോണി മാമൻ ഇന്നലെ ഇരിക്കുന്ന സമയത്ത് ജോണി മാമൻ അടിവയറ്റിലൊരു വേദന. പിന്നെ ഗ്യാസ് ആയിരുന്നു ജോണി മാമന്. പിന്നെ പുള്ളിക്കാരന് ഗ്യാസ് കയറി. ഇവിടെ പറയുന്ന ഡയലോഗ് അവിടെ പോയി ഞാൻ ഇറങ്ങുവാ നേരി. ഈ വണ്ടി അടിച്ചു നിന്നെ. വണ്ടി ഓടി തന്നെ ഓടി. അക്രമാണല്ലോ. സൂര്യയും ചിന്നമോളും ഒരുമിച്ചിരിക്കുന്നു. ഒപ്പിച്ചിട്ട് ഓടി വന്നത്. ടെസ്ട്രോ എലി വിദ്യാലയ ഗിവിംഗ് ഫസ്റ്റ് വാർണിംഗ്. വാട്ട്? என்ன சூர்யா என்ன? ടെസ്ട്രോ എലി വിദ്യാലയ ഗിവിംഗ് ഫസ്റ്റ് വാർണിംഗ്. എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് വാർണിംഗാ? ഫസ്റ്റ് വാർണിംഗ്. വാർണിംഗാ? വാർണിംഗ്. വിദ്യാലയ. ടെസ്ട്രോ എന്ത് ചെയ്തു സൂര്യ? ടെസ്ട്രോ എന്നെ വന്ന് കുത്തി. എന്നിട്ട് പോയി. സാരി പറയാൻ പോയി. ആരോട് സോറി പറയാൻ? അമ്മേട്ടാ എന്നോട് സോറി പറയാനുള്ള വാർണിംഗ് ആണ് ഇട്ടേക്കുന്നത്. ആ വണ്ടിക്കകത്താണാ? ആ ഈ വണ്ടിക്കകത്ത്. ഡാടാ നീ അലീനെ തൊട്ടിട്ടങ്ങ് നടക്കുവോ വണ്ടി ഓടിച്ച് ഇതുവഴി? ഏടാ ഇറങ്ങടാ വണ്ടിന്ന്. കാറ് കുത്തി കീറും നമ്മള്. കാറ് ചവിട്ടി കീറും നമ്മള്.
ലോള ലോള ബാക്കപ്പാടാ ലോള ഇറങ്ങടാ വണ്ടിന്ന്. നീ ആളുകളെ ഇടിക്കുന്ന ലോള ഇറങ്ങടാ വണ്ടിന്ന്. ലോള നീ നീ കേറി വിടാ നീ ആണല്ലേ എടാ നീ. ഇറങ്ങി അടിച്ചിട്ട് കേറിയാ തിരിച്ച്. ഇറങ്ങടാ. ഇറങ്ങടാ. ധൈര്യമായിട്ട് ഇറങ്ങടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങടാ. ഒന്നും ഇരിങ്ങ ആണല്ലേ ഇതല്ലേ പുതിയ മോള് അതെ അതെ അതെ. ആ. ചിന്നു ഇറങ്ങാൻ പറയുന്ന ആറിയോട് ഇറങ്ങ്. പുറത്തിറങ്ങടാ ഇറങ്ങാൻ മാറി. ആ അത്രേ ഉള്ളൂ ഓടി എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഡെസ്ട്രോ നീ ധൈര്യം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് നീ ഒന്ന് പുറത്തിറങ്ങി നിന്നേ. ആ നിക്ക് ലോള ഉനക്ക് ധൈര്യം ഇരുന്നാ ഇറങ്ങി നിൽക്ക്. ഞാൻ എന്ത് ചെയ്യാൻ ലോള ഞാൻ എല്ലാം കൊണ്ട് ലോക്കർ വെച്ച് മോനെ, നീ പോയിട്ടാ നമ്മളെ നോക്കിക്കോളാം. കുഞ്ഞു ഇല്ല, പോയി എന്റെ ഒന്നുമില്ല ഞാൻ എല്ലാം ലോക്കർ വെച്ചത് ഇറങ്ങടാ ഇറങ്ങടാ. ഇറങ്ങടാ. ബാക്കപ്പ് വിളിക്കട്ടെ ബാക്കിൽ നമ്മളുണ്ടല്ലോ, നീ ഇറങ്ങടാ. നീ എന്നെ കുത്തിയപ്പോ ബാക്കപ്പ് ഇല്ലായിരുന്നല്ലോ. ആ ആ ഒത്തക്ക് വാടാ നീ ഒത്തക്ക് വാ ഒത്തക്ക് വാ ഒറ്റയ്ക്ക് വരാടാ. ഒറ്റയ്ക്ക് വരാം നമ്മള്. ഇറങ്ങി നീ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാം. വാ ഒന്നിയൻ ബാ ഇവിടെ വാ വേറെ ആരും ഇടിക്കില്ലേ പേടിയോ ഇല്ല, 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 ഇല്ല. ആ, നീ ഇറങ്ങ്. പേടിയോ ഞാൻ പറ്റില്ല, അവള് മാത്രമേ പറ്റുള്ളൂ. 1v1 വാ. ആ ഉം. ആ ഇറങ്ങ്. എന്നിട്ട് ഓടിയാവേ. വാടി 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 അയ്യോ ഇടിക്കുന്നേ അത്രേ ഉള്ളു. വാടി 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 4 വട്ടം പറയാൻ നിനക്ക് പറ്റിയടാ. പറ്റിയാ നിനക്ക്? എടാ, നീ നിനക്ക് 2 ദിവസമായിട്ടുണ്ടല്ലോ നീ അങ്ങ് കിടന്നങ്ങ് ആ ചിന്നുകുട്ടി എന്തുണ്ട് ചിന്നുകുട്ടി വിശേഷം? അയ്യോ ജോക്കി ഡെസ്ട്രോ ചത്തുപോയേ. ഡെസ്ട്രോ ചത്തുപോയോ? ലോല ആ ലോലനായിരുന്നല്ലേ? ഞാനാ ഇല്ല, escort, escort, escort. ഡെസ്ട്രോ ചത്തുപോയേ. ദിസ് കിളവി കിൽ മീ. ഇടാൻ പാടില്ല. ആണാണ് ഞാൻ കണ്ട ആണാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഗാങ്ങിലെ പിള്ളേരെ വെറുതെ തല്ലിക്കൊല്ലാൻ വേണ്ടിയുള്ള അവ കളിപ്പാട്ടങ്ങളെല്ലാം. എന്നെ കുത്തി ജോക്കി. എന്നെ ரிலீஸ் கொடு பிரேமா ரிலீஸ் கொடு എപ്പോഴാ റിലീസ് പോണോ? ரிலீஸ் கொடு എക്സാം ഇത് അവിടെ വന്ന് ഇപ്പോണ്ട് കേട്ടാ ആ അലീന escort, escort. எஸ்கோட் அடிக்கு ആണോ എന്നിട്ട് അലീന? എന്നെയാണ് കുത്തിയ ഞാനാ കൊന്നെ. സോറി കേട്ടോ. ഞാനല്ലേ കൊന്നു അവിടെ ഓടരുത് 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 ഓടരുത്. കുത്തി കുത്തി ആള് കുത്തിയിട്ടാ അത് കുത്തിയെ. സുഖമാണോ നിങ്ങൾക്കൊക്കെ? സുഖമാണ്. നമുക്ക് സുഖമൊന്നുമില്ല ജോക്കി, എനിക്ക് തീരെ സുഖമില്ല. എന്ത് ചെയ്യാൻ പറ്റൂലി? ചോദിക്കുന്നേ ജോക്കി ഒരു 50 കോടി കടം തരാന്നുണ്ടെങ്കിൽ എന്റെ ഈ അസുഖങ്ങളെല്ലാം മാറും. ഫൈൽസ് ആണോ? സർജറി 50 കോടിക്ക് തീരാവുന്ന ഫൈൽസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ജോക്കി. പക്ഷെ ഈ 50 കോടി ജോക്കി എനിക്ക് വട്ടച്ചൊറിയാണോ? വട്ടച്ചോറി അലീനയുടെ തന്തയ്ക്ക് ജോൺ. അലീനയുടെ ചന്തിക്കാ? ചന്തിക്കല്ല തന്തയ്ക്ക്. അണ്ടോണ്ട് അലീനയുടെ തന്തയ്ക്ക്. അയ്യോ തന്തയ്ക്ക്. കുത്തിയിട്ടാണ് ഇതൊക്കെയാ എന്റെ എലി പറയുന്നേ. അന്നു പറഞ്ഞ ചന്തിക്കുന്നല്ല അലീനയുടെ തന്തയ്ക്ക്. ആ അല്ല എന്നെ പൊന്നേലി ജസ്റ്റ് യൂസ് ദ വേർഡ് ബം മാൻ. എന്തുവാ ഇത്? നിതംബം. ജോക്കി തന്ത നോട്ട് ആ, തന്ത. ഓ നിതംബം. മോളെ ആ ജോൺ എന്ത് പറയുന്നു മോളെ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ആ, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വിളിക്കുക കേട്ടോ. ഓ, എന്തിനാ ദാസേ? പുള്ളി அவர் வர atrocity- மாட்டாரு எப்படி பிஸின்னு தாத்தா எங்க பெரியம்மா சொன்னாங்க ജോക്കി ഒരു 50 കോടി തന്നെ. ആ, എന്തിനാ ജോക്കി. സ്ത്രീ 50 കോടി? ജോക്കി ഇത് നോക്ക്, താഴെ നിൽക്കുന്ന ആരാ നോക്ക്. താഴെ നിൽക്കുന്ന ആ ആരാ നോക്ക്. പറവച്ച എന്തുവാ? ഇതെന്റെ മോള് ചിന്നുകുട്ടി. അച്ഛനാരാ? അച്ഛനില്ല തന്തയില്ലാത്തവളാ എന്റെ മോള്. തള്ളയെ പോലെ തന്നെ. പറ മോളെ. தேங்க் யூ ஃபுட் கேட்டா
കേക്കുന്നില്ല കേട്ടോ. ഫുഡ് കഴിച്ചോന്ന്. ആ ഫുഡ് കഴിച്ചു. മോള് ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഇത് പാല് കുടിച്ചോ? ഇല്ല. ബിസ്ക്കറ്റ് തിന്നോ? ഇല്ല. എന്റെ പൊന്ന സ്ത്രീയെ Yeah. പാലും വെള്ളമൊക്കെ കൊടുത്തുകൂടെ ഇതിന്? അനാഥരായ പിള്ളേരെ ഏറ്റെടുത്ത് നോക്കുക എന്നുള്ളത് എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ അല്ല അങ്ങനല്ല. അയ്യോ അങ്ങനല്ല മോക്ക് അമ്മേ ഇല്ല. അനാഥയെന്ന് കേട്ട അന്നേരം ഇങ്ങനെ ട്രോമയ நீ கவனம் நான் உன்னை நோக்கிக்கிறேன். Don't worry. നീ നോക്കണ്ട കേട്ടല്ല, നമ്മൾ നോക്കിക്കോളാം. അജുക്ക് ഒരു 50 കോടി തരും, ഒരു 50 കോടി. நீ வேணா உன்னை தூக்கிக்கிட்டா வா. ജോഗി ഒരു 50 കോടി ഇപ്പൊ തന്നു കഴിഞ്ഞാൽ ജോഗിക്ക് 100 കോടിയായിട്ട് 3ാമത്തെ ദിവസം ഞാൻ തരും. അയ്യോ, എന്നെ കൊല്ലല്ലേ. എന്തേലി? ജോഗി ഒരു 50 കോടി എനിക്ക് ഇപ്പൊ തന്നു കഴിഞ്ഞാൽ ജോഗിക്ക് 100 കോടിയായിട്ട് 3ാമത്തെ ദിവസം കൊണ്ട് തരും. വേണ്ടല്ലേ, താല്പര്യമില്ല. 25 കോടിയാണെന്നുണ്ടെങ്കിൽ 50 കോടിയായിട്ട് കൊണ്ട് തരും. ഇല്ല, താല്പര്യമില്ല. 10 കോടിയാണെങ്കിൽ 30 കോടിയായിട്ട് കൊണ്ട് തരും. താല്പര്യമില്ല. ബ്രോ ഒരു 5 കോടി കടം തരുമോ ബ്രോ? ഇവിടെ പൈസ ഇല്ല. എന്നെ 2 കോടി തരുമോ ബ്രോ? ഇത്